തൽക്കീനുൽ മയ്യത്തി, മയ്യത്തിന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക, ഇട്ടുകൊടുക്കുക എന്ന അർത്ഥത്തിലുള്ള തൽക്കീൻ ചൊല്ലൽ. തൽക്കീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് എന്താണ് എന്നുള്ളത് ഓർമ്മ വരുമല്ലോ. ഈ ദുനിയാവിൽ വെച്ചിട്ട് ഒരു മനുഷ്യനിക്ക് മറ്റൊരു മനുഷ്യൻ കൊടുക്കാവുന്ന ഒരു അവസാനത്തെ ഒരു ക്ലാസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഉപകാരപ്പെടുത്താൻ പറ്റുന്ന സമയത്ത് കേൾക്കുന്ന ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുക. ഫദക്കിർ ഫഇന്ന സിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയെ അങ്ങവെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കൂ, ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഉപകരിക്കും എന്നുള്ള ആ തദ്കീറിൻ്റെ ഭാഗമായിട്ട് ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ ഉപകാരം സിദ്ധിക്കുക. ഇനി ഒരു സമയത്ത് കേൾക്കുന്ന സമയത്ത് ഈ ഓർമ്മപ്പെടുത്തപ്പെട്ടതും ഇവിടെ ചെയ്തതും മാത്രം ഉപകാരപ്പെടുന്ന ഒരു സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി വെറും ആ ഖബറിലുള്ളത് വെറും ഉത്തരത്തിൻ്റെ സമയങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ളത് ഉത്തരങ്ങൾ മാത്രമാണ്. ചോദ്യം നമുക്കിനി അവിടെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ചോദ്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇനി ഉത്തരങ്ങളാണ്. ഇനി ഒഫീഷ്യലായിട്ട് ഉത്തരം മാത്രമേ ഉള്ളൂ. അതായത് ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല എന്ന കൂടി ഒരു സൂചന ഈ തൽക്കീനിൽ നിന്ന് വായിക്കാം. ഇനി ഉത്തരം പറയുന്നില്ലെങ്കിലോ, ഉത്തരം പറയിപ്പിക്കേണ്ടവരെ കൊണ്ട് അല്ലാഹു തആല പറയും, തുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും കാലുകൾ അതിന് സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്നു പറയുന്നതും ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ രണാങ്കണത്തിൽ മരിച്ചുപോയ കുഫാർ സംഘത്തോട് അവരെ നിക്ഷേപിച്ച കിണറിൻ്റെ മുകളിൽ ചെന്നുകൊണ്ട് അവരെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മഹാന്മാർ അതിനെ പറഞ്ഞു, അവർക്കത് കേൾക്കുമെന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞു. അല്ലാതെ ഒരു വെറും പണി എടുക്കുന്ന ആളല്ലല്ലോ മുത്തുനബി. വമാ അൻതുക അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. തന്നിലേക്ക് ഇറക്കപ്പെട്ട ദിവ്യബോധനം കൊണ്ടല്ലാതെ അവിടെ നിന്നും ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മുത്തുനബി വളരെ ആഭ്യന്തരമായൊരു കാര്യം ചെയ്യാണ് അല്ലേ? വളരെ ആഭ്യന്തരമായൊരു കാര്യമാണല്ലോ. കാരണം ഇസ്ലാമിലേക്ക് കുറേ ക്ഷണിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് വരാതെ അവരെ കുഴിച്ചു മൂടിയ സമയത്ത് സഹാബത്തിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഗൗരവം, അവർക്ക് ദീനിനോടുണ്ടാവും. മുത്തുനബിയുടെ കൂടെ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഗുണം കിട്ടി, മുത്തുനബിയോട് കൂടെ നിൽക്കാത്തവരുടെ അന്ത്യം ഞങ്ങൾ ഇങ്ങനെ കണ്ടു. അവർ വിളിച്ച് നബി തങ്ങൾ പറയാന്ന് ഒരു ഈമാൻ കൂടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഈമാൻ കൂടുന്ന ഒരു സംഗതി വരെ നബി തങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പൊള്ളത്തരമായിട്ട് ചെയ്യോ? ഇല്ല, അവിടുന്ന് ഒരിക്കലും എന്താവില്ല, അങ്ങനെ ചെയ്യൂല. അപ്പോൾ തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് എന്നുള്ളത് സത്യമായതുപോലെ, അവിടുന്ന് കൊണ്ടുവന്നത് സത്യമായതുപോലെ തന്നെ ആ കിണറിൽ നിക്ഷേപിക്കപ്പെട്ട ആളുകളോട് അവിടുന്ന് സംസാരിച്ചത് തീർത്തും അവർ കേൾക്കുമെന്നുള്ളത് കൊണ്ടാണ്. അവ മരണപ്പെട്ടാലും കേൾവിശക്തി എന്താവുന്നില്ല, അത് അവിടെ നഷ്ടപ്പെടുന്നില്ല. എല്ലാം അറിയും, എല്ലാം കേൾക്കും, എല്ലാം മനസ്സിലാവും, റൂഹ് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഖബറിലേക്ക് വെക്കപ്പെട്ട സത്യവിശ്വാസിയുടെ റൂഹും. ആ റൂഹ് അവനിക്ക് കേൾക്കാനും കഴിയാനുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യും, അതവിടുന്ന് കൊടുക്കുമെന്നുള്ളതാണ്. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഭീമാകാരമായ രംഗങ്ങൾ മയ്യത്ത് അറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മയ്യത്തിൻ്റെ കുടുംബങ്ങളൊക്കെ കരയുന്നതൊക്കെ മയ്യത്ത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്, മയ്യത്ത് കരയുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം പിന്നെ ഇനി നടക്കുന്നതൊക്കെ ബർസഖിയായ ലോകത്താണ്. നമ്മൾ പറഞ്ഞല്ലോ, തൽക്കീൻ ചൊല്ലി കൊടുക്കുമ്പോൾ തന്നെ മയ്യത്തിനോട് പറയുന്നു, ദുനിയാവിൽ നിന്ന് നീ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ കേവലമായ 6 അടി മാത്രം താഴ്ചയിലുള്ള നമ്മുടെ സുഹൃത്തിനോട് നാം പറയുന്നത് ദുനിയാവിൽ നിന്ന് നീ പുറപ്പെട്ടു എന്ന്. അപ്പോൾ ബർസഖിൻ്റെ ലോകത്തുള്ള സംസാരമാണ് ഇനി അവിടെ സംസാരിക്കുന്നത്. അപ്പം അത് കേൾക്കും എന്ന വിഷയത്തിൽ നോ സംശയം. അത് പുത്തനാശയക്കാർ പരിശുദ്ധമായ മതത്തെ
കൊഞ്ഞനം കുത്തുന്നത് മതത്തിൻ്റെ ആധികാരികമായ തത്വം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തൽക്കീൻ നമ്മൾ പറഞ്ഞു, 3 വട്ടം തൽക്കീൻ ആവർത്തിക്കൽ എന്താണ്? സുന്നത്താന്ന് പറഞ്ഞു. ഇനി ഔലന്നാസി ബിൽ മയ്യിത്തി, ഒരു വിഷയമായിട്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കാണണം. കാരണം ആ ഒരു ദുനിയാവിലേക്ക് നിന്ന് പോയിട്ടുള്ള ഫസ്റ്റ് അവൻ്റെ ബർസഖിൻ്റെ ലോകത്തേക്ക് അവനക്ക് ഉപകാരപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒന്ന്. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പരീക്ഷ, ഒരു കുട്ടി ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് പരീക്ഷ പഠിച്ച് അവൻ്റെ ലൈഫിന് ടേണിംഗ് പോയിൻ്റ് ആ എക്സാം എഴുതാൻ പോകുകയാണ്. എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അവൻ അതുവരെ പഠിച്ചതും പ്രാക്ടിക്കലാക്കിയതൊക്കെ അവനെ സംബന്ധിച്ചുള്ളൂ. ഇനി അവനക്ക് പരീക്ഷ തുടങ്ങാൻ പോകും. ആ പരീക്ഷ തുടങ്ങാൻ പോയിട്ട് പിന്നെ അവനക്ക് അവളുടെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവനക്ക് ആ പരീക്ഷയുടെ മുമ്പായിട്ട് അവനക്ക് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തി കൊടുക്കും, ഇന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിനെ സമീപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇവിടെ കൃത്യമായി സംഭവിക്കുന്നത്. അല്ല മരിച്ചു കഴിഞ്ഞു അവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് മറവ് ചെയ്യുക എന്നതിൽ അല്ല. അപ്പോഴും നമ്മൾ അവിടെ അവൻ്റെ കൂടെ ഉണ്ട്. അപ്പോഴും അവിടെ ഉസ്താദുമാർക്ക് റോളുണ്ട്, അവൻ്റെ സ്നേഹജനങ്ങൾക്ക് അവനോട് റോളുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകളും മരിച്ച ആളുകളും മരണത്തോടുകൂടെ എന്ത് ചെയ്യുന്നില്ല, അവരുടെ ബന്ധം ഡിസ്കണക്റ്റ് ആകുന്നില്ല. അവർ ബർസഖിയായ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ജീവിച്ചിരിക്കുന്ന ആളുകളും ഇനി ചെല്ലാനും അവരും ആ ബർസഖിയായ ലോകത്തെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് മുന്നേ യാത്ര അയച്ചവരോട് നമുക്ക് ഐക്യമുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, മയ്യത്ത് ഖബറിൽ 40 ദിവസം ശക്തമായ ശിക്ഷ ഉണ്ടാകുന്ന, 40ൻ്റെ അപ്പുറം ശിക്ഷ ഉണ്ടാകും, എന്നാൽ 40 ദിവസം ശക്തമായ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ 40 ദിവസം വീടുകളിൽ മൗലിദ് ഓതിക്കൊണ്ട് മയ്യത്തിന് വേണ്ടി, ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ സഹോദരന്മാർ ശ്രമിക്കുന്നു. കാരണം കഠിനമായ 40 ദിവസത്തെ ശിക്ഷയുള്ള ഖബറിൽ നമ്മുടെ സഹോദരനോട് നമുക്ക് ഈ ദുന്യവിയായ ലോകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ, ഇനി അവനക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവൻ്റെ അമൽ അധികരിക്കുന്നൊന്നുമില്ല, ഇവിടെ ചെയ്തു വെച്ചത് അവൻ്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പം അവനക്ക് വേണ്ടി അവൻ്റെ അക്കൗണ്ട് ഇവിടെ നിന്ന് നടക്കുക. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അങ്ങോട്ട് മണ്ണിടുമ്പോൾ അവൻ്റെ ഓർമ്മകളും അവിടെ മണ്ണിടുന്നില്ല, മറിച്ച് അവനെ പുറത്തു നിന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു ആണ് റബ്ബ്, നബിയാണ് നമ്മുടെ നേതാവ് എന്ന അർത്ഥത്തിനും കഅബയും ഖിബലയും ജീവിത സാഹചര്യത്തെ ഒക്കെ 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 ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവനോട് പറയാം, ഫകുല്ലഹുമാ ബിലിസാനിൻ ത്വലീഖ്, നല്ല സ്ഫുടമായ നാവ് കൊണ്ട് സ്പഷ്ടമായ ഭാഷയിൽ എല്ലാം നീ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ബന്ധം. അപ്പം തൽഖീൻ എന്നുള്ളത് ഒരു സുപ്രധാനമായ ആത്മലോകത്തേക്കുള്ള, ബർസഖിൻ്റെ ലോകത്തേക്കുള്ള യാത്ര അയക്കുന്ന സമയത്ത് ആ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ആളോടുള്ള കൃത്യമായ ഐക്യപ്പെടലും ഓർമ്മപ്പെടുത്തലുമാണ്. ഓക്കെ. ഇനി ഔലൻ നാസിബിൽ എങ്ങനെ? ആ, 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 ഉം, ഉം, ഉം. ആ, അത് അങ്ങനെ കേൾക്കുന്ന റൂഹുകൾ ഉണ്ട്. അവരുടെ ശക്തിക്കൊത്തുകൊണ്ട് എന്ത് ചെയ്യും, റൂഹുകൾ അത് കേൾക്കും. ഔലിയാക്കന്മാരുടെ റൂഹുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അത് കേൾക്കും. ഇപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് യാ ഗൗസു യാ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നോ അസ്സലാമു അലൈക്കും യാ ഷേഖ മടവൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരത് കേൾക്കുമെന്നുള്ളതാണ്. അവർക്കത് കേൾക്കാൻ അള്ളാഹു താല അവൻ്റെ ശക്തി കൊടുക്കും. മുഅ്മിനീങ്ങൾ മരണത്തോടുകൂടെ എന്ത് ചെയ്യും, അവരുടെ ഖുവ്വത്ത് എന്ത് ചെയ്യും, ശക്തമായി തീരും. പിന്നെ നാം അല്ലാത്ത ആളുകൾ അവരെ വിളിച്ച് അവർക്ക് പറയുന്ന ആ സലാമൊക്കെ അത് അവർക്ക് എന്ത് ചെയ്യും, എത്തിച്ചു കൊടുക്കും മലക്കുകൾ മുഖേന.
അവർക്കൊരു ദുആയായിട്ട് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ ഉമ്മയുടെ ഖബറിൻ്റെ അരികിൽ പോയിട്ട്, അല്ലെങ്കിൽ ഉമ്മയുടെ ഖബർ ഉദ്ദേശിച്ചുകൊണ്ട് അസ്സലാമു അലൈക്ക, അല്ലെങ്കിൽ അസ്സലാമു അലൈക്ക യാ ഉമ്മി എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കുള്ള സലാമായിട്ട് ദുആയായിട്ട് അവരിലേക്ക് എന്ത് ചെയ്യും, അതെത്തും. മഹാന്മാർക്ക് അത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, അത് കേൾക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. ഇനി മറ്റൊന്ന് തന്നെ, ഇനി ഇപ്പം അവിടെ നമ്മൾ സാധാരണയുള്ള കോൺവെർസേഷനിലുള്ള ആ ഒരു കോൺവെർസേഷൻ മെത്തേഡ്, ഒരു സ്പീക്കിംഗ്, വോക്കൽ സ്പീക്കിംഗ് നമ്മൾ നടത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് എത്തിയിട്ട് അവിടെ ഫ്രീസിങ് സംഭവിച്ചിട്ടാണ് അദ്ദേഹം കേൾക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ആ പ്രോസസ്സ് എന്തായാലും അവിടെ ഇല്ല, എവിടെ ഇല്ല, മരിച്ച ആളിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പിന്നെ ചെവി നഷ്ടപ്പെടുന്നവരെ മീൻസ് മൂന്നിന് കണ്ണ് പോകുന്നാണല്ലോ പറയാ. കണ്ണ് പോ കണ്ണോക്കാരനത് ഒന്ന് കണ്ടുപോക്കാണ്, കണ്ണൂക്കാറി ചില ആളുകൾ പറയും. കണ്ണാണ് ആദ്യം എന്ത് ചെയ്യുക, കുഴിയുക എന്നുള്ളത്. ചെരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്, ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ കണ്ണ് ആദ്യം പോകുമെന്ന് പറയും. അപ്പോൾ പിറ്റേന്ന് ചെവി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കേൾക്കില്ല എന്ന് പറ്റൂല, ഇപ്പോൾ വരണ്ടല്ലേ. അപ്പോൾ ഖബറിൻ്റെ അരികിൽ പോയി സലാം പറഞ്ഞാൽ തന്നെ കേൾക്കണമെങ്കിൽ എന്തു ചെയ്യണം, ഈ മയ്യത്തിൻ്റെ ചെവി അവിടെ റിമൈൻ ചെയ്യണ്ടേ. അപ്പോൾ മയ്യത്തിൻ്റെ ചെവി അവിടെ അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പറയണതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ എത്ര ദിവസമാണ് മയ്യത്തിന്, അപ്പം അല്ല, അപ്പം അത് ആത്മലോകത്തേക്കാണുള്ളത്. ആത്മലോകത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് എത്തും. അവർക്ക് അതിന് റിപ്ലൈ തരാനുള്ള ഒരു തരും. സഹായാഭ്യർത്ഥനയാണെങ്കിൽ എന്ത് ചെയ്യും, ഓല അവിടെ എത്തിക്കും. അതല്ല ദുആ പോലത്തതാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഗുണം അല്ലാഹു തആല എന്ത് ചെയ്യും, അവരിലേക്ക് എത്തിക്കും. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ പറയുന്ന ദുആ ഖബറിൻ്റെ അരികിൽ പോയി പറയുന്ന സമയത്ത് അത് ഒന്നും കൂടെ അവർക്ക് റാഹത്തായി, നമ്മുടെ സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്യും, അള്ളാഹു അവർക്ക് റാഹത്ത് സന്തോഷം കൊടുക്കും. അള്ളാഹു കൊടുക്കട്ടെ. ഉം, 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 ഉം. അതന്നെ അത്. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അള്ളാഹു താല അത് എത്തിച്ചു കൊടുക്കും. ദുആ ആണെങ്കിൽ പിന്നെ എന്തായാലും ആ ദുആ സ്വീകരിക്കണ മാതിരി ഉണ്ടാവും. നമ്മൾ ദ്വാരക്കാണ് ഉമ്മാക്ക്, ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ എന്നോ, അല്ലെ എൻ്റെ ഉമ്മാക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്ന രണ്ടും ഇപ്പം എന്താ വ്യത്യാസം? എൻ്റെ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നിങ്ങൾ ദ്വാരക്കുന്നു, ഉമ്മ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറയുന്നതും അത് രണ്ടും ഒന്നല്ലേ? അല്ലേ, രണ്ടും ഒന്നല്ലേ? രണ്ടും ദുആയാണ്. രണ്ടും ദുആയാണ്. അപ്പൊ അതവിടെ എത്തും എന്നുള്ളതാ. പിന്നെ നമ്മൾ അവരോട് വിശേഷങ്ങൾ പറഞ്ഞു. പറഞ്ഞു എന്നുള്ളത് അത് പിന്നെ അവർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അതവർക്ക് എത്തിക്കാം. ഇനി അവർക്ക് സഹായം ചെയ്യാനുള്ള കഴിവുള്ള ഉമ്മയാണോ, അല്ലെങ്കിൽ പിന്നെ അതിലെന്തുണ്ടാവില്ല, അതിലർത്ഥം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അത് പറഞ്ഞു എന്നുള്ളത് അതൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന സംഗതി എന്നേ അതിൽ വരുള്ളൂ. അപ്പം അതിൽ ദുആ എപ്പോഴും ചെയ്യാം. അവരെ വിളിച്ചോണ്ടും തോർക്കാം, അവരെ വിളിക്കാതെ എന്ത് ചെയ്ത് ഓർക്കാം. എൻ്റെ ഉമ്മാക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുക എന്ത് പറയണം, ഉമ്മാ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയണതും രണ്ടും ദുആയാണ്. അപ്പം അതൊക്കെ അത് അക്സെപ്റ്റ്. ഇനി പിന്നെ നമ്മൾ